ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ പലപ്പോഴും വിശ്വാസികൾക്ക് സംശയവും ആശയക്കുഴപ്പവുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇക്കാര്യത്തിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല മാർഗനിർദ്ദേശങ്ങളും നേതൃത്വം കൊടുക്കാറുമുണ്ട്. ദൈവപ്രീതിക്കായി ചെയ്യുന്ന പല കാര്യങ്ങളും ബാലിശവും യുക്തിരഹിതവും ദൈവിക പ്രമാണങ്ങൾക്ക് വിരുദ്ധവുമാകാറുണ്ട്. ദൈവം പ്രസാദിക്കുന്നതും പ്രസാദിക്കാത്തതുമായ 3 കാര്യങ്ങളെപ്പറ്റി 147 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല. ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നുമില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. 10-11 വാക്യങ്ങൾ. പടക്കുതിരയുടെ ബലത്തിൽ കർത്താവ് പ്രസാദിക്കുന്നില്ല. രഥങ്ങളും കുതിരകളും വലിയ ആയുധ ശേഖരങ്ങളും ഉള്ളതിൻ്റെ പേരിൽ അഹങ്കരിക്കുകയും മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നവരെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. തങ്ങളുടെ അതീശത്വവും ഭൗതിക താൽപ്പര്യങ്ങളും ലക്ഷ്യങ്ങളും വിദ്വേഷങ്ങളുമൊക്കെ പ്രകടിപ്പിക്കാനും സ്വന്തം സഹോദരങ്ങളെ ആക്രമിക്കാനുമായി ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരെ, അവയിൽ തങ്ങളുടെ പൂർണ്ണ ആശ്രയവും ബലവും ആക്കിയിരിക്കുന്നവരെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഇവർ ദൈവഭയവും മനുഷ്യരോട് കരുണയില്ലാത്തവരുമാണ്. 2, ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. ഓട്ടക്കാരൻ എന്നതുകൊണ്ട് സൈന്യബലത്തെയാണ് സൂചിപ്പിക്കുന്നത്. സൈന്യബലത്തെ അതിൻ്റെ കായിക ശക്തിയുടെയും ഒക്കെ പേരിൽ അഹങ്കരിക്കുന്നവരെയും സാധുക്കളെ ഭീഷണിപ്പെടുത്തുന്നവരെയും ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കാൻ മനുഷ്യൻ്റെ തോക്കും മിസൈലുകളും ബോംബും സൈന്യവും ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തേക്കാൾ അധികമായി ഭൗതിക പ്രതിരോധങ്ങളിലും സൈന്യബലങ്ങളിലുമൊക്കെ ആശ്രയിക്കുന്നവരെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ആരിലാണ് ദൈവം പ്രസാദിക്കുന്നത്? ദൈവമഹത്വം തിരിച്ചറിഞ്ഞ് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരിൽ നമ്മുടെ ദൈവം പ്രീതിപ്പെടുന്നു. ഒരുപക്ഷെ ഇവരൊക്കെ ഭൗതിക പ്രതിരോധങ്ങളൊന്നുമില്ലാത്ത ദുർബലരും ദരിദ്രരും അപ്രശസ്തരുമൊക്കെ ആയിരിക്കാം. തൻ്റെ ശക്തിയും മഹത്വവും ദൈവം അവരിലൂടെ വെളിപ്പെടുത്തും. തൻ്റെ ദിവ്യോദ്ദേശങ്ങൾ സാക്ഷാത്കരിക്കാൻ ദൈവം പലപ്പോഴും ആശ്രയിക്കുന്നത് വിനീതരെയാണ്. മോശയും ദാവീദും ഗിദെയോനും മേരി മാതാവും 12 ശിഷ്യന്മാരുമൊക്കെ ദൈവത്തിൻ്റെ ഇത്തരം തിരഞ്ഞെടുപ്പിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. വിവേകികൾക്കും ജ്ഞാനികൾക്കും വെളിപ്പെടുത്താത്ത
സ്വർഗീയ ആത്മീയ ഉന്നത മർമ്മങ്ങൾ ശിശുതുല്യ നൈർമല്യമുള്ളവർക്ക് വിനീതർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സമീപനമാണ്. എനിക്കാരുമില്ല, ഞാൻ അവഗണിക്കപ്പെട്ടവളാണ്, ഉന്നത അധികാര കേന്ദ്രങ്ങളിൽ ശുപാർശ ചെയ്യാൻ എനിക്ക് ആരുമില്ല, അനാഥനും ആർക്കും വേണ്ടാത്തവനാണ് ഞാൻ, അങ്ങനെയൊക്കെയുള്ള അപകർഷതാബോധത്തിൻ്റെ നിഷേധ ചിന്തകളിൽ ദൈവമക്കൾ ഒരിക്കലും ഇടറിപ്പോകരുത്. സ്വയനീതീകരണവും അഹങ്കാരവും അവകാശവാദങ്ങളുമൊന്നുമില്ലാത്ത നിങ്ങളെ തന്നെയാണ് ദൈവത്തിന് വേണ്ടത്. ഞാൻ കർത്താവിൻ്റെ ദാസി, എളിയവളായ എനിക്ക് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന മേരി മാതാവിൻ്റെ സാക്ഷ്യം നിങ്ങൾ ഏറ്റുപറയുന്ന ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങളുടെ എളിമയും ഇല്ലായ്മയും പോരായ്മയുമൊക്കെ കാണുന്ന ദൈവം നിങ്ങളെ കൈപിടിച്ചുയർത്തും. എളിയവരെയും എളിയവരോടും നിന്ദിതരോടുമൊക്കെ പക്ഷം ചേരുന്ന ഇമ്മാനുവേൽ ദൈവം നമ്മുടെ പക്ഷത്തുള്ളതുകൊണ്ട് നിർഭയരായി നമ്മൾ മുന്നോട്ട് പോകണമെന്ന സങ്കീർത്തനക്കാരൻ്റെ സാക്ഷ്യത്തിലാണ് നമ്മൾ മനസ്സുറപ്പിക്കേണ്ടത്. 27-ാം സങ്കീർത്തനം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായ ദുർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയപ്പെടില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. 27-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങൾ ദൈവമക്കളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ജീവിത സമീപനത്തിൽ, നിരാശയിൽ, തളർച്ചയിൽ തോൽപ്പിക്കപ്പെടുമ്പോഴൊക്കെ നമുക്ക് മാർഗരേഖയും ആശ്വാസവചനങ്ങളുമാകണം. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരൻ്റെ വേഗതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നതുമില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിർധനയായ വിധവയുടെ ചില്ലിക്കാശിന് വലിയ സമർപ്പണത്തിൻ്റെ വില കൊടുത്ത യേശു കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ നിസ്സഹായരുടെയും നിരാലംബരുടെയും കൈത്താങ്ങലിനും ആത്മബലത്തിനുമായി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.